പ്രേക്ഷകരെ, ഈ നമ്മുടെ സംസ്ഥാനം ഇനി ആരങ്ങോട്ട് ഭരിക്കണം എന്നതിൻ്റെ നിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്ന ചർച്ചകൾ വലിയ സജീവമാണ്. എന്തായിരിക്കണം പ്രചരണം, എന്തിലൂന്നണം പ്രചരണം തുടങ്ങി വലിയ രീതിയിലുള്ള കൂട്ടിക്കിഴിക്കലുകൾ, ആലോചനകൾ, ചർച്ചകളൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ ആദ്യവാരമോ രണ്ടാം വാരമോ ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതകളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മെയ് ആദ്യവാരം തന്നെ റിസൾട്ട് വരുന്ന തരത്തിലൊക്കെയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അത് മുന്നിൽ കണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, മൂന്നാമതും തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇടതുമുന്നണി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് 2 ടേം അവർ ഭരണത്തിൽ നിന്ന് മാറി നിന്നതാണ്. അവരെ സംബന്ധിച്ച് ഇത്തവണ തെരഞ്ഞെടുപ്പിലൂടെ ഭരണം പിടിക്കുക എന്നത് അവർക്ക് നിലനിൽപ്പിന്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BJPയെ സംബന്ധിച്ച് കേരളം എന്നത് അവർക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത ഒരിടമായിരുന്നു. അവിടെ കഴിവ് തെളിയിക്കുക എന്നതാണ് BJPയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടതുമുന്നണിക്കാണെങ്കിൽ തുടർ ഭരണം ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. അവരുടെ MLA-മാർ അവർക്ക് സ്വീകാര്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ നേരിട്ടു എങ്കിൽ പോലും അത് എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് ഇടതുമുന്നണി കാണുന്നില്ല. തിരിച്ചു വരാൻ പറ്റുന്ന വലിയ സാഹചര്യമുണ്ട് എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ. കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. അവർക്ക് ഭരണം പിടിക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലുമുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ട് എന്നതാണ് അവൾ കണക്കുകൂട്ടുന്നത്. 80 സീറ്റ് ഷുവറാണെന്ന് അവർ കരുതുന്നു. അത് 100ലേക്ക് എത്തിക്കുക എന്നത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം. അവരെ സംബന്ധിച്ച് തൊട്ടുകൂടായ്മയില്ല എന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ എന്നതാണ്. അവരെ ഒരു ബദലായി ജനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ആത്മവിശ്വാസം. ഇതാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ ഓരോ മാധ്യമങ്ങളും എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ന്യൂസ് 18 പ്രധാനമായും പരിശോധിച്ച വിഷയം, ഊന്നിയ വിഷയം എന്ന് പറയുന്നത്, സംസ്ഥാനത്ത് തുടർ ഭരണം ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം എത്രമാത്രമാണ്? തുടർ ഭരണം ഉറപ്പാക്കുമ്പോൾ ഈ മന്ത്രിമാർ അവരിൽ ആരൊക്കെ ഇനി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്? ആരൊക്കെയാണ് ആത്മവിശ്വാസത്തോടു കൂടി അവർ പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ ഇറങ്ങാൻ പോകുന്നത്? ഇതായിരുന്നു നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത വിഷയം. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ, വിശകലനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് പ്രധാനമായും ആരൊക്കെ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ മത്സരിക്കുന്നു എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ തുടർ ഭരണത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് ക്യാപ്റ്റനായ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് മത്സരിക്കും എന്നത് ഉറപ്പായിരിക്കുന്നു. അദ്ദേഹം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. അദ്ദേഹം ധർമ്മടത്ത് തന്നെ മത്സരിക്കും എന്നതാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ധാരണ. അദ്ദേഹം ധർമ്മടത്ത് തന്നെ മത്സരിക്കും. വി ശിവൻകുട്ടി അദ്ദേഹം നേമത്ത് നിന്നാണ് വിജയിച്ചു വന്നത്. BJPയുടെ അക്കൗണ്ട് പൂട്ടിയ വ്യക്തിയാണ് വി ശിവൻകുട്ടി. അദ്ദേഹം നേമത്ത് മത്സരിക്കുമോ? നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും എല്ലാവരും ഉറ്റുനോക്കാൻ പോകുന്ന ഒരു മണ്ഡലം നേമമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കാനില്ല എന്ന പ്രസ്താവന വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ അത് തിരുത്തി വി ശിവൻകുട്ടി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ നേമത്ത് മത്സരിക്കാനില്ല എന്നതായിരുന്നു വി ശിവൻകുട്ടി ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് മന്ത്രി തന്നെ ഇക്കാര്യം തിരുത്തുകയായിരുന്നു. നേമത്ത് മത്സരിക്കുമെന്നോ ഇല്ലെന്നോ താൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലർ ഇതിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്, ചിലപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം പറഞ്ഞത് എന്നൊക്കെ രീതിയിലുള്ള വിശകലനമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ നേമം എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. അവിടെ എന്തുകൊണ്ടാണ് അത്തരമൊരു ആശയക്കുഴപ്പം ഉണ്ടായത് എന്നത് ചില ചർച്ചകൾക്കൊക്കെ ഇട നൽകിയിട്ടുമുണ്ട്. അത് ചില അഡ്ജസ്റ്റ്മെന്റുകളാണ് എന്ന തരത്തിലാണ് കോൺഗ്രസ് അതിനെ നോക്കിക്കാണുന്നത്. അത്തരം വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്തു. പിന്നെ എന്തായാലും വിശകലനത്തിൽ അല്ലെങ്കിൽ പിന്നീട് വിശദീകരിക്കുമ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനിച്ചാൽ താൻ മത്സരിക്കും എന്ന നിലയിലാണ് അദ്ദേഹം അത് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിൽ ഒന്ന് ഇത്തവണ നടക്കുന്നത് നേമം നിയോജക മണ്ഡലത്തിലാണ് എന്നത് നമുക്ക് നിസ്സംശയം പറയാം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ താൻ തന്നെ മത്സരിക്കുമെന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. BJPയെ സംബന്ധിച്ച്
തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു മുൻതൂക്കമൊക്കെ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും ഉണ്ട് എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ശിവൻകുട്ടി തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായാൽ മത്സരം ശക്തമാകുമെന്നത് ഉറപ്പാണ്. 2016 BJP അക്കൗണ്ട് തുറന്ന നിയമം കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയാണ് തിരിച്ചു പിടിച്ച ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തി രാജീവ് ചന്ദ്രശേഖർ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് നിയമത്തുണ്ടായ മുന്നേറ്റം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയാണ്. CPMന്റെ സ്ഥാനാർത്ഥി മോശമായി കഴിഞ്ഞാൽ അവിടെ അവർ വീണ്ടും അക്കൗണ്ട് തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പല രാഷ്ട്രീയ ആരോപണങ്ങൾക്കും ഇട നൽകും. അതുകൊണ്ട് തന്നെ CPM മന്ത്രിമാരിൽ വി ശിവൻകുട്ടിക്ക് 2 ടേം ബാധകമാണ് എങ്കിൽ പോലും അത് കണക്കിലെടുക്കാതെ നേമത്ത് തന്നെ മത്സരിപ്പിക്കും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കടുത്ത മത്സരമായതിനാൽ വി ശിവൻകുട്ടി തന്നെ അവിടെ ഇറങ്ങണം എന്നതാണ് പാർട്ടി എത്തിയിരിക്കുന്ന തീരുമാനം എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യം 1 മണിക്കൂറിനകം തന്നെ അദ്ദേഹം അത് തിരുത്തി രംഗത്ത് വരികയും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാകുമെന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവുക എന്നത് ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്നതിന് വലിയ അത്യാവശ്യമാണ്. അവിടെ ഏറ്റവും യോഗ്യനായ വ്യക്തി വി ശിവൻകുട്ടി തന്നെയാണ്. അതുകൊണ്ട് വി ശിവൻകുട്ടി നേമത്ത് തന്നെ മത്സരിക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. പി രാജീവ് അദ്ദേഹം കളമശ്ശേരിയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ KN ബാലഗോപാൽ കൊട്ടാരക്കരയിലാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത്. ആരോപണങ്ങളിലും കേസിലും പെട്ട നടൻ മുകേഷ് ഒരുപക്ഷെ കൊല്ലത്ത് നിന്ന് ഇനി മത്സരിക്കാനുള്ളൊരു സാധ്യതയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ മുകേഷ് ഒഴിവാകുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ KN ബാലഗോപാൽ ഒരുപക്ഷെ അവിടെ മത്സരിക്കുമോ എന്നൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ മത്സരിച്ച മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. VN വാസവൻ ഏറ്റുമാനൂരിൽ നിന്ന് എന്തായാലും മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ്. സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ തന്നെ ആയിരിക്കും. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ അല്ലാതെ മറ്റൊരാളും പരിഗണനയിലില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വീണ ജോർജ് നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ ഈ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പക്ഷേ വീണ ജോർജിന് 2 ടേം വ്യവസ്ഥ ബാധകമാണ് എങ്കിൽ പോലും അത് ഒഴിവാക്കി നൽകും, പ്രത്യേക ആനുകൂല്യം നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആളാണ് വീണ ജോർജ് എന്നതാണ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏത് മണ്ഡലത്തിൽ നിന്നാലും വീണ ജോർജ് വിജയിക്കുമെന്നത് രാജു എബ്രഹാം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ വീണ ജോർജ് മത്സരിക്കും എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. രാജു എബ്രഹാം തന്നെ അതിന്റെ സൂചന കഴിഞ്ഞ ദിവസം നൽകിയതാണ്. മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്നാണ് മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ ബേപ്പൂര് മറ്റൊരു വലിയ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമായി മാറും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് PV അൻവറിന്റെ അവിടേക്കുള്ള വരവാണ്. ചോദിച്ചു വാങ്ങിയാണ് ബേപ്പൂരിൽ PV അൻവർ എത്തുന്നത്. അപ്പോൾ ബേപ്പൂരിൽ മത്സരം കടുക്കും. UDF നോമിനിയായിട്ടാണ് ഇത്തവണ അൻവർ അവിടെ പോരിന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമായി ഈ ബേപ്പൂർ മാറും. മന്ത്രി മുഹമ്മദ് റിയാസ് അൻവറും തമ്മിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിന് കളമൊരുങ്ങുമോ ബേപ്പൂരിൽ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ബേപ്പൂരിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളാണുള്ളത്. അൻവറിന്റെ വരവ് പാർട്ടി അണികളെ CPMന് അനുകൂലമായി കൂടുതൽ അടുപ്പിക്കും, ഉണർത്തും എന്ന വിശ്വാസമാണ് റിയാസ് ഇതിനോടകം പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. MP രാജേഷ് അദ്ദേഹം തൃത്താല മണ്ഡലത്തിൽ വളരെ സജീവമാണ്. ഈ മന്ത്രിസഭയിലെ തന്നെ വലിയ മുഖഛായയുള്ള ഒരു മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൃത്താലയിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. OR കേളു മാനന്തവാടിയിൽ തന്നെ മത്സരിക്കും എന്നതും ഉറപ്പാകുകയാണ്. സ്പീക്കർ AN ഷംസീർ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ തന്നെയുള്ള സാധ്യതയാണുള്ളത്. CPI മന്ത്രിമാരിലേക്ക് കൂടി വന്നാൽ K രാജൻ ഒല്ലൂരിൽ നിന്ന് തന്നെ മത്സരിക്കും എന്നതാണ് മനസ്സിലാകുന്നത്. GR അനിൽ നെടുമങ്ങാട് നിന്നും മത്സരിക്കും എന്നത് അറിയുന്നു. വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട, കാരണം ഈ MLA മാർ മന്ത്രിമാർ എല്ലാവരും തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ അവരുടേതായ ആധിപത്യം ഉറപ്പിച്ചവരാണ്. അവരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ജനവിരുദ്ധ വികാരങ്ങളൊന്നും തന്നെ മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് വേണ്ട എന്നതാണ് ഇടതുമുന്നണി എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്നതാണ് മനസ്സിലാകുന്നത്. അവിടെ ടേം വ്യവസ്ഥകൾ വെച്ചുകൊണ്ടോ മറ്റോ വലിയ ചേഞ്ചുകൾ വരുത്തേണ്ടതില്ല എന്ന ഒരു നിഗമനം അവർക്കുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മത്സരം, വിജയസാധ്യത ഉറപ്പിക്കൽ, ഇതിന് തന്നെയാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. ജെ ചിഞ്ചുറാണി ചടയമംഗലമാണ്. ഒരു പക്ഷേ ചാത്തന്നൂരിലേക്ക് മാറി എന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരം ആവശ്യം ചിഞ്ചുറാണിയിൽ നിന്ന് തന്നെ വരുന്നു എന്നത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ചേഞ്ച് ഉണ്ടാകും. എന്തായാലും മത്സര രംഗത്ത് ചിഞ്ചുറാണി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. P പ്രസാദ് ചേർത്തലയിൽ നിന്ന് തന്നെ മത്സരിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. KB ഗണേഷ് കുമാറിലേക്ക് വന്നാൽ ഇതിനോടകം
സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് KB ഗണേഷ് കുമാർ എന്ന് തന്നെ പറയാം. പത്തനാപുരത്ത് തന്നെ KB ഗണേഷ് കുമാർ മത്സരിക്കും. പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് തന്നെയാണ് സാധ്യത, അല്ലെങ്കിൽ അതിനപ്പുറം മറ്റൊരു പേരില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് പത്തനാപുരത്ത് അല്ലാതെ ഞാൻ എവിടെ പോകാനാണ് എന്നൊരു ചോദ്യമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ചോദിച്ചത്. ഞാൻ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നുകൂടി KB ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം KSRTCയുടെ ഈ വിജയമൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് അവർക്ക് തന്നെ അഭിമാനമല്ലേ അങ്ങനെ ഒരാൾ അവിടെ നിന്ന് മത്സരിക്കുന്നത് എന്ന് വരെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവിടെ മത്സരിക്കും എന്നതാണ് KB ഗണേഷ് കുമാർ ഇതിനോടകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മത്സരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഒരു പ്രശ്നം ഉള്ളത് CPM-നുള്ളിൽ ചില അതൃപ്തി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നതാണ്. അതിനപ്പുറം അദ്ദേഹം തന്നെ പത്തനാപുരത്ത് മത്സരിക്കാനുള്ള സാഹചര്യമാണ്. കോൺഗ്രസിന്റെ ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു KB ഗണേഷ് കുമാറിനെതിരെ. അങ്ങനെയാണെങ്കിൽ മത്സരം അല്പം കടുത്തതാകാനുള്ള സാധ്യതയുണ്ട്. റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ നിന്ന് തന്നെ മത്സരിക്കും. മറ്റൊരു കാര്യം AK ശശീന്ദ്രന്റെ കാര്യത്തിലാണ്. എലത്തൂരിൽ ഏതാണ്ട് 1980 മുതൽ തുടങ്ങിയതാണ് AK ശശീന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് യാത്ര. എലത്തൂരിൽ നിന്നാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 7 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. 10 വർഷത്തോളമായി തുടർച്ചയായി മന്ത്രിസ്ഥാനത്തുണ്ട്. ആദ്യ ടേമിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിയുമ്പോൾ തന്റെ ഭാഗ്യം തിരുത്തിക്കുറിച്ച എലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് AK ശശീന്ദ്രൻ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നതാണ് ശശീന്ദ്രന്റെ നിലപാട്. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രാദേശിക നേതൃത്വത്തിന് വലിയ എതിർപ്പുണ്ട്. പുതുതായി എത്തുന്നവർക്ക് വേണ്ടി മാറിക്കൊടുക്കണമെന്ന ആവശ്യം വളരെ വലിയ സജീവമായി തന്നെയുണ്ട്. അതുകൊണ്ട് എലത്തൂരിലെ സ്ഥിതി അല്പം സങ്കീർണമാണ്. ശശീന്ദ്രൻ എന്തായാലും മത്സരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. മാറി മറ്റൊരാൾക്ക് മത്സരിക്കാനുള്ള വഴിയൊരുക്കണം എന്നത് പാർട്ടിയിൽ വലിയ ആവശ്യമായി തന്നെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. NCPയുടെ AK ശശീന്ദ്രന് എലത്തൂരിൽ വീണ്ടും സീറ്റ് നൽകുന്നതിനോട് പാർട്ടിയിൽ വലിയ ഭിന്നതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ CPM അത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടില്ല. CPM അങ്ങനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ റിയാസ് മത്സരിക്കും എന്ന തരത്തിലൊക്കെയുള്ള ചില ചർച്ചകളുണ്ട്. നമുക്കറിയില്ല, വ്യക്തതയില്ല. എന്തായാലും പാർട്ടിക്കുള്ളിലെ ഭിന്നത മൂർച്ഛിച്ച് ഒരുപക്ഷെ സീറ്റ് തന്നെ കളഞ്ഞു കൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. അത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കുറച്ചുകൂടി അടുക്കുമ്പോൾ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് തന്നെ മത്സരിക്കും. തിരൂരോ തവനൂരോ മത്സരിക്കാനുള്ള താല്പര്യവുമുണ്ട് എന്നതാണ് അറിയുന്നത്. ഒരുപക്ഷെ അത്തരം വെച്ചുമാറലുകൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. മത്സരിക്കാൻ സാധ്യതയില്ലാത്ത ചിലർ കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ വ്യക്തി ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആർ ബിന്ദുവിന് തന്നെ മത്സരിക്കാനുള്ള താല്പര്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. മാത്രവുമല്ല, പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരാനൊക്കെയുള്ള ഒരു തീരുമാനമുണ്ട്, നീക്കമുണ്ട് എന്നത് മനസ്സിലാകുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കുന്നംകുളം അദ്ദേഹം തെരഞ്ഞെടുക്കും എന്ന തരത്തിലാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ 2 പേർ ഒരു വീട്ടിൽ നിന്ന് വേണ്ട എന്ന നിലയിൽ ഭാര്യയായിട്ടുള്ള മന്ത്രി ആർ ബിന്ദു വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അവർ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ മത്സരിക്കാനുള്ള സാധ്യതയാണ്. വിജയരാഘവൻ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ബിന്ദു മത്സരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നതാണ് മനസ്സിലാകുന്നത്. മറ്റൊരാൾ ഒഴിവാകുന്നത് K കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയില്ല. JDSന്റെ മന്ത്രി K കൃഷ്ണൻകുട്ടി മത്സരത്തിനില്ല എന്നത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചിറ്റൂരിൽ ജയസാധ്യത അദ്ദേഹം മത്സരിച്ചാലാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ സമ്മർദ്ദമുണ്ടാവുകയാണെങ്കിൽ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിൽ കണ്ണൂർ ഇത്തവണ CPM ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് നൽകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയും കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാണ്. കണ്ണൂർ ഏറ്റെടുക്കണമെന്ന വികാരം കുറച്ച് നാളായി തന്നെ CPM-നകത്തുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇത് അതിനുള്ള അവസരമാക്കി മാറ്റുമെന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്കറിയാം, CPM-ൽ
ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പാടെ തള്ളുന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. എന്നാൽ ജില്ലാ ഘടകങ്ങളിലൊക്കെ നടന്ന ചർച്ചകളിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന അഭിപ്രായം ഉയർന്നിരുന്നു. പക്ഷേ അത് പുറമേക്ക് പ്രകടിപ്പിക്കാതെ തന്നെയുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നേതൃതലത്തിൽ നേതാക്കൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയിൽ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോയാൽ അത് ഒരു മോശം പ്രതിച്ഛായ നൽകും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗങ്ങളും മത്സരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണുള്ളത്. അവർ മണ്ഡലത്തിൽ സ്വീകാര്യരാണ് എന്ന വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് തന്നെ മൂന്നാം ടേമിലേക്ക് പിണറായി വിജയൻ മൂന്നാം ടേം തുടർഭരണം ആഗ്രഹിച്ച് പ്രചരണത്തിനിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ചില വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.